വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് UDF ഈ BJP CPM ഡീൽ എന്ന കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈ നിമിഷവും ഇനി എത്ര ദിവസമുണ്ട് തെരഞ്ഞെടുപ്പിന് ഇന്നും ചർച്ച എന്താണ്? ഡീലിനെ കുറിച്ചാണ്. അത് STPയോ BJP എന്നുള്ളതാണ്, ഡീലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ STPയുമായി CPMന് ഡീലുണ്ട് എന്ന് പറയുന്നതും BJPയുമായി ഡീലുണ്ട് എന്നും ആവർത്തിച്ച് പറയുന്നത് ഏത് ഇലക്ട്രേറ്റിന് ലക്ഷ്യം വെച്ചുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അത് UDFൻ്റെ ഒരു ലൈഫ് ലൈനായി മാറിയിരിക്കുകയാണ് ആ പ്രചാരണം. വേറെ ഒന്നും അവർ പറയാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന തീയതി വരെ, പരസ്യ പ്രചാരണം അവസാനിക്കുന്ന തീയതി വരെ അവരതിൽ നിന്ന് മാറാനേ പോകുന്നില്ല. ആ വോട്ട് ബാങ്ക് തന്നെയാണ് UDF ലക്ഷ്യം വയ്ക്കുന്നത്. ആ വോട്ട് ബാങ്ക് ഏതൊക്കെയാണ്? ഒന്ന്, ഇടത് സഹയാത്രികരുടേതുകൂടിയാണ്. BJP ബാന്ധവമുണ്ട്, അല്ലെങ്കിൽ SDPI ബാന്ധവമുണ്ട് എന്ന് പറയുമ്പോൾ LDFന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വോട്ട് ബാങ്കിനെ കൂടിയാണ് UDF ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റൊന്ന്, ഒരൊറ്റ വോട്ട് പോലും മൈനോറിറ്റി കമ്മ്യൂണിറ്റികളിൽ നിന്ന് CPMന് പോകരുതെന്ന് കൂടി അവർ ലക്ഷ്യം വയ്ക്കുന്നു. ഏതെങ്കിലും പോകാനുണ്ടെങ്കിൽ അതും തിരിച്ചു കൊണ്ടുവരണം. അതിന് ആരെയാണ് കരുവാക്കുന്നത്? ഒരു വശത്തെ SDPയെയും മറുവശത്ത് BJPയെയും കരുവാക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചത് എന്താണ് ഇങ്ങനെ ഡീല് മാത്രം പറയുന്നത്, വികസനം ചർച്ച ചെയ്യാതെ നമ്മളിവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. അത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ നറേറ്റീവ്. അതിന് UDFൻ്റെ കൃത്യമായ ലക്ഷ്യമുണ്ട്. അതിന് എത്രമാത്രം CPMന് പ്രതിരോധിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും അതിൽ അമ്പെ പരാജയപ്പെടുകയാണ് ചെയ്തതെന്ന് പറയാം. കൃത്യമായി മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നില്ല. SDPI വർഗീയ സംഘടനയാണോ? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണല്ലോ. വർഗീയ സംഘടനയാണോ എന്ന ചോദ്യത്തിന് പോലും അവർക്ക് മറുപടിയില്ല. ഇതുവരെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് SDPയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ വൻ തീവ്രവാദ സംഘടനകളാണ്, അഭിമന്യുവിനെ കൊന്നവരാണ്, IS മോഡൽ സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി അതിനെപ്പറ്റി മൗനം പാലിക്കുകയാണ്. ഇത് ഇടത് വോട്ടർമാർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായി തർക്കമൊന്നുമില്ല. അതിന് ഇനി വരും ദിവസങ്ങളിൽ CPM എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് കാര്യം. ഞാൻ കാത്തിരിക്കുന്നത് സ്വരാജിൻ്റെ ഒരു വരവ് കൂടിയാണ്. ശരി, സ്വരാജ് അതിൻ്റെ ഒരു നറേറ്റീവ് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ സാജു, അങ്ങനെ സ്വരാജ് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സങ്കീർണത ഇതിനകത്തുള്ളൂ? അല്ല, അതിനപ്പുറത്തേക്കൊക്കെ ഇത് പോയി നിഷാദെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ അജിംസ് തന്നെ പറഞ്ഞു വെച്ചു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട VD സതീശൻ നിശ്ചയിച്ചു എന്നുള്ളതാണ്. ഡീൽ എന്ന ആരോപണം ഇന്ന് സതീശൻ മീഡിയ വണ്ണിൻ്റെ നയതന്ത്രത്തിൽ നമ്മുടെ എഡിറ്ററോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു 3-4 ദിവസത്തെ ചർച്ചയ്ക്ക് ഞാൻ വെച്ചതാണ് എന്ന്. അത് അതിൻ്റെ അപ്പുറത്തേക്ക് പോയെന്ന്. എന്താണ് സംഭവിച്ചത്? ആ ഡീലിങ്ങനെ ആളിക്കത്തി പടർന്ന് ഉത്തരം പറയാൻ പറ്റാത്ത, നമ്മളെപ്പോഴും നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ ഏറ്റവും മിടുക്കരായിട്ടുള്ളത് CPMകാരാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ തൊടാൻ കഴിഞ്ഞിട്ടില്ല, അതിനൊരു ബദൽ ചെക്ക് വെക്കാൻ കഴിഞ്ഞാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് MV ഗോവിന്ദൻ മാഷ് ഏതാണ്ട് 10-14 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വന്നിട്ട് നടത്തുന്നൊരു വാർത്താ സമ്മേളനമുണ്ട്. അവിടെയും പുതുതായി ഒരു നറേറ്റീവ് നമ്മൾ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ താർക്കിക യുക്തികൾക്ക് ഒന്നും തന്നെ ഈ മറുപടി നൽകാനാവാതെ പോകുന്നുണ്ട്. ക എന്ന് ചോദിക്കുമ്പോൾ കോ എന്ന മറുപടി പറയുക എന്ന് മലയാളത്തിൽ കളിയാക്കി പറയുമല്ലോ, ഏതാണ്ട് അതേ ലൈനിലാണ്. SDPI വോട്ട് വേണമോ, അവരുടെ പിന്തുണ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകരിക്കുമോ എന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവസാനം എന്തെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും കരുത്തുറ്റ ഒരു നീക്കം മുന്നോട്ട് വെക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.